നോക്ക ഈ പറയിപ്പിക്കൽ ഇതൊക്കെ ഞങ്ങളെ ഇതിന്റെ റിച്ചിന്റെ ടീമിന്റെ ഇതാണ് അതൊക്കെ. എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് എന്തോ നൗഫലിന്റെ കല്യാണത്തിന് ഇങ്ങനെ ആരെങ്കിലും വന്നീനിയോ? അതൊക്കെ നമ്മള് ചെലവിന് ഓൾറെഡി കൊടുത്തിട്ട് കല്യാണത്തിന് നിൽക്കുള്ളൂ. ഇഫാൻ അങ്ങോട്ട് പോയിക്ക. പിന്നെ ഞാൻ അടുത്ത എന്റെ കല്യാണം കേട്ടോ. ഓക്കെ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഇങ്ങനെ കണക്ക് പറയണം. അത് സമയത്തിന് കണക്ക് പറയല്ലടാ. അപ്പൊ ഗൈസ് നമ്മളിന്നുള്ളത് നമ്മുടെ റാഷിദ് അലി ബാവയുടെ കല്യാണ വീട്ടിലാണ്. നല്ല ബീഫ് ബിരിയാണി, അതേപോലെ മന്തി. ഓനൊന്ന് പോയി കാണല്ലേ. പിന്നെ ജൂബിയൊക്കെയാണ് പുതിയണ്ണ് വരെ താഴെ പോകുന്ന രീതിയിലാണ് ഉള്ള വസ്ത്രധാരണം. പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ കോമഡി. അല്ല എന്താ പരിപാടി? തുടങ്ങിയിട്ടില്ലല്ലോ. അതല്ല, ഇതിനാണ് നിങ്ങൾ ഗൈസ്. കാരണം ആ പെണ്ണ് അവിടെ ഗർഭിണിയായിട്ട് മൂലക്കലാക്കിയിട്ട് സമയത്ത് ഇവൻ നോക്കാണ് ഇവര് രണ്ടാളും ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയേക്ക റിസപ്ഷന്റെ മുമ്പിൽ നിന്ന് ഇന്നൊരു പെൺകുട്ടിയൊക്കെ മാത്രമുള്ള സ്വീകരണം. പിന്നെ അതേപോലെ ഇവിടെ നമ്മളെ ചിന്നുണ്ട്, അതായത് നമ്മളെ ബാസിന്റെ പെങ്ങളായിട്ട് വരും. പിന്നെ ബാസിത്തുണ്ട്. ബാസ്, അപ്പൊ നമ്മള് കാര്യപരിപാടികൾ എന്തൊക്കെയാണ് നമ്മള് പ്ലാനിങ്ങില്? മെയിൻ ആയിട്ട് അതിലേക്ക് കിടക്കാം. ചിന്നോ പോരടി. അവിടെ പരിപാടി ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ചോറൊക്കെ തിന്നുകൊണ്ട് അടിച്ചു പൊളിക്കുകയാണ്. സെറ്റപ്പ് ആയിട്ട് നല്ല വലിയ പരിപാടി കേട്ടോ ഗൈസ്. ആട് മന്തി, എല്ലാ മന്തിയും. എന്ത് പാട്ട് നല്ല ഫുഡിങ്ങിലാണ് ഗൈസ്. ഒരു ഹായ് കൊടുത്ത ഒരു ഹായ് കൊടുത്ത ഒരു ഹായ് കൊടുക്ക്. ഹായ് കൊടുക്ക്. ഇതിനൊക്കെ പൈസ ഉണ്ട്. മറച്ചേക്കട്ടെ. ഞാൻ പറയട്ടെ, രാഷ്ട്രീയക്കാരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെക്കല്. അതല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കാത്ത 500 ഇഷ്ടം പോലെ. കാരണം കായ് വരുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇനി ഞങ്ങളാട്ടോ. വരിക്കിക്ക് 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 വരിക്കിക്ക്. പിന്നെ ലെൻസ് അങ്ങനെ നമ്മൾ ഭാവിയുടെ ഫോട്ടോഷൂട്ടിന് എത്തിയിട്ടുണ്ട്. വരിക്ക് നിക്കടി, അല്ലെ കേട്ടൂല.
ഓക്കെ നോക്കൂട്ടോ ആരെത്തി കൂടെ കയറ്റി വിട്ടവരെ ഇറങ്ങിക്ക വരയ്ക്ക് അല്ലെന്ന് കഴിയോ ഇന്ന് കഴിയോ കേക്കണില്ലേ മജേടാ How are you? Assalamu alaikum. എന്താ വർത്താനം ചേച്ചി എങ്ങനെയാണ് നമ്മള് നിക്കണ്ടേ നോക്കാം അങ്ങനെ ഗൈസ് ഞങ്ങൾ ഭക്ഷണ തളികയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മാറി ചെങ്ങായി എന്തൊക്കെയാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യലുകൾ ഉള്ളത് ആര് കാവേരിയോ കാവേരി പിന്നെ ഇതെന്താണ് ഫ്രൂട്ട്സ് റൈസോ ഇതൊക്കെ വാവന്റെ സ്പെഷ്യലുകളാ നമുക്ക് ഫുഡ് സെറ്റ് ആക്കി സത്യാണോ അങ്ങനെ ഉണ്ടോ നമുക്ക് വേറെ ആര് പറഞ്ഞു അൻഷിപ്പിന് വേറെ മേലെ സെറ്റ് ചെയ്ത് ഹൈ ലെവലിൽ സെറ്റ് ചെയ്ത് മേലെ ഫ്രീ ആയിട്ട് എന്നാ അങ്ങനെ ചെയ്യാ അന്നാ അങ്ങനെ ചെയ്യാ ശരിയാ മണ്ടി ചെന്ന പ്ലേറ്റ് എടുക്കണ്ട കുടുങ്ങും ഇരിക്കാൻ സ്ഥലല്ല നമുക്കവിടെ പ്രീമിയം ബൊഫേ ഉണ്ട് അതിൽ പിന്നെ ഇതുണ്ട് കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരി ഉണ്ട് പൊറോട്ട ഉണ്ട് പത്തിരി ഉണ്ട് മറ്റേ ഉണ്ട് അപ്പല്ലേ ഉണ്ട് പിന്നല്ലേ ഉണ്ട് ഡയറ്റിംഗ് അടി എന്താ കുറവ് വിളിച്ച പറഞ്ഞോളി കേട്ടോ പെൺകുട്ടി ഉണ്ടായിട്ട് ചെലവ് നടത്തിയില്ല അറിയണ്ട എടാ അവർക്ക് എന്താ വെച്ചാ കൊടുക്കൂട്ടോ നമ്മളെ കുട്ടികളെ പിന്നെ എന്താ വേണ്ടിച്ച പറഞ്ഞോളൂ ഇനി പെൺകുട്ടി ഉണ്ടായിട്ട് ചെലവ് വിട്ടില്ല കേട്ടോ കാര്യത്തിലുണ്ടോ കുഞ്ഞാനെ ടീമുകളൊക്കെ ഈ ചെങ്ങായി അങ്ങനെ തിന്നില്ലേ അവിടെ നമുക്ക് അവിടെ മേലെ വലിയ ഇതുണ്ട് പ്രീമിയം നല്ലോണം ഗ്ലാമർ കൂടി എന്തോ ഒന്ന് തേക്കുണ്ടോളൂ മറ്റേ ക്രീമാണ് ക്രീമാണ് കല്യാണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പരിപാടി തന്നെയാണ് അല്ലേ ഷാജാനെ തീർച്ചയായിട്ടും അടിപൊളി സൂപ്പറല്ലേ അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ സംഭവം സെറ്റ് ആക്കി പറഞ്ഞിട്ട് മോളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അങ്ങോട്ട് കയറാണ് അപ്പൊ അവിടെ ഉള്ള എന്താണ് ഭൂരിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നില്ലേ കുട്ടി കൊടുക്കണ ഒരു അഭിനയിക്കാണ് ഇത് ഇടയ്ക്ക് ഓരോ കടി വലിയ കടി പോകുന്നുണ്ടല്ലോ ഈ ഇത്ര വലിയ കടിയൊന്നും കുട്ടി അടിക്കൂല നൗഫലിനെ എവിടെങ്കിലും ഒരു കല്യാണം പിന്നെ ഒരാഴ്ചക്ക് വന്ന് തിന്നാനേക്കൂല ഹോസ്റ്റലാണ് അപ്പൊ നമുക്ക് ഇവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇരിക്കല്ലേ അതല്ല ഇവിടെ അവിടുന്ന് ആ ചോറും കൊണ്ട് താഴ്ത്തുന്ന ഒരബദ്ധം പക്ഷെ അത് ഇട്ടു വരില്ല അവിടുന്ന് കഴിക്കലാണേ അതെന്താണ് എനിക്കൊരു പുച്ഛം സ്പെഷ്യൽ ഗസ്റ്റിനുള്ളതാണ് പിന്നെ അത് കാൻഡിൽ ലൈറ്റ് ഡിന്നറാണിത് ഇലക്ട്രിക്കൽ ആണെന്നുള്ളു വേറെ എന്താ കുറവ് വിളിച്ച് പറഞ്ഞോളിട്ടോ എടാ കാരണം ഞാൻ പെൺകുട്ടി ഉണ്ടായിട്ട് ഇവൻ നോക്ക ഈ പറയിപ്പിക്കൽ ഇതൊക്കെ ഞങ്ങളെ ഇതിന്റെ റിച്ചിന്റെ ടീമിന്റെ ഇതാണതൊക്കെ നെജിലുണ്ട് ഈ സാധനം എടുത്തിട്ട് ഇവിടെ അങ്ങനെ ചോറിയാണ് ഫ്രോക്ക് മറ്റത് ഫോർക്ക്
പന്നിയായി. ഫ്രോക്ക് പറഞ്ഞാല് ഡ്രസ്സായി. ഷൂട്ട് ചെയ്യണ വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്നത്. എന്റെ അനിയത്തിനെ നോക്കട്ടോ. എന്താ കുറവിളിച്ച് പറഞ്ഞോ. പിന്നെ മുസാബൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഗൈസ് നമ്മള് താഴെയായിട്ട് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് കണ്ടില്ലേ. സ്റ്റേജിന്മേ ഉണ്ടോനും പെണ്ണുങ്ങളും ഉണ്ട്. ഭാവി പെണ്ണുങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ നമ്മളെ ഫുഡിന്റെ പരിപാടി നടക്കുന്നത്. ഇവിടെ അതിന്റെ 4-5 തട്ടുണ്ട് കേട്ടോ. ആകെ പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഫുഡിന്റെ കൗണ്ടർ ഇട്ടൊക്കെയാണ് ഇവര്. അല്ല താത്ത, എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് എന്താ കാട്ടിയത്? അപ്പൊ ചെലവിന് കൊടുക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഓനിങ്ങനെ ഓനിപ്പോ വലിയ ലൈറ്റും പന്തലൊക്കെ ഇട്ടുകാണ്ടേ വലിയ പരിപാടി. കുലുങ്ങി നടക്കണം. പൂച്ചക്കണ്ണുള്ള സുന്ദരിയുടെ ആവശ്യം അതാണ്. എന്ത് എടാ വാവേ ഈ പെണ്ണിനെ ചതിച്ചിട്ടാണ് ഇപ്പൊ കല്യാണം ഒരുക്കണതേ. പൂച്ചക്കണ്ണുള്ള ഈ സുന്ദരിനെ പറ്റിച്ചിട്ട്. ഷെഫി ഞങ്ങൾ അവിടെ ഉണ്ടാവും. പൂച്ചക്കണ്ണുള്ള സുന്ദരിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, കുട്ടിയൊക്കെ ചെലവിന് കൊടുക്കണം. അത്രേ ഉള്ളൂ. നൗഫലിന്റെ കല്യാണത്തിന് ഇങ്ങനെ ആരെങ്കിലും വന്നീനിയോ? അതൊക്കെ നമ്മള് ചെലവിന് ഓൾറെഡി കൊടുത്തിട്ടേ കല്യാണത്തിന് നിൽക്കുള്ളൂ അല്ലേ? അങ്ങനെ കുഞ്ഞാന് ഷിഫാനത്തുള്ള കൂട്ടടി. ഷിഫാനം കേട്ടോ ചോദിക്ക. പിന്നെ ഞാൻ അടുത്ത എന്റെ കല്യാണം കേട്ടോ. ഓക്കെ, അടുത്ത നമ്മള് സെറ്റപ്പ് ആക്കിട്ട് ഇവിടെ ഷിഫാന്റെ മക കുറവാ. അല്ല രജില 3 മണിക്കൂറായി പെരീക്ക് പോകാറിട്ട് ഇതുവരെ പോയിട്ടില്ല. നൗഫല് പോരുന്നില്ലല്ലേ? അവൻ ആവൂലെങ്കിൽ ഇനി കിട്ടൂല അല്ലേ? പിന്നെ ടീറ്റൊക്കെ പെണ്ണുങ്ങളെയും കൊണ്ടുവരാതെ പോകുന്നിക്കാണ്. എന്നിട്ട് ഇവിടെ വന്നുകാണ്ട് അങ്ങനെ എന്ത് അതാണുങ്ങളെ പരിപാടി. കിക്കിന്റെ പരിപാടിക്ക് കിക്കിന്റെ പരിപാടിക്ക് ആണുങ്ങളെ പരിപാടിയാണ്. കിക്കിന്റെ പരിപാടിക്ക് നിങ്ങൾ ആരുമില്ലല്ലോ, ഞങ്ങൾ ആണുങ്ങൾ മാത്രമല്ലേ പോണത്. ഒറ്റ വണ്ടിയിലായിട്ട് അതാണുങ്ങളെ പരിപാടി. ആ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞേ. ആരും പെണ്ണുങ്ങളും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ പെരിന്തൽമണ്ണയിലെ പ്രശസ്ത ബ്യൂട്ടീഷ്യൻ ഉണ്ട്. പിന്നെ അല്ലടി നിങ്ങൾക്കൊന്നും പോകാനായില്ല. എന്താ ഇവിടെ കൂടെ ഇങ്ങനെ സാരിയും ചുറ്റിയാണ്ട് അങ്ങനെ ഗായ്സ് കല്യാണം കഴിഞ്ഞു പോവുകയാണ് ഗായ്സ്. ഇവിടെ ഈ ചെങ്ങന്മാരോടൊന്നും കല്യാണം പറഞ്ഞു. പിന്നെ അവിടെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് എന്റെ ഡാൻസ് എന്നെ കൊണ്ട് കഴിയണല്ലോ കളിക്കാനുള്ള മനോധൈര്യം. ഈ ഓനോട് 2 സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞോ. ഇടുവോ? ഷാൻഷിഫ് ഇടും. ഞാനിടും കേട്ടോ. ട്രൗസർ ഇടും. അല്ലാതെ ഡാൻസിന് സ്റ്റെപ്പ് ഇടും. തന്നെ ജോനോടും പറയല് നല്ല പുളിമ കേട്ടില്ല. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ 2 മിനിറ്റ് മുന്നേ. അല്ലടി ഫിൻഷ പോരില്ലേ? ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കൗണ്ടറിനടുത്ത് ചെല്ലുക. കൗണ്ടർ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്.